ഏതാനും ദിവസം മുമ്പ് US-ലെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ ജെറോം പവലിനെ പ്രസിഡന്റ് ട്രംപ് വിശേഷിപ്പിച്ചത് മരമണ്ടൻ എന്നാണ്. പവലിന് ട്രംപ് കൽപ്പിച്ചു നൽകിയ തൊപ്പി അവസാനം സ്വന്തം തലയിൽ തന്നെ ട്രംപിന് വയ്ക്കേണ്ടി വരുമോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവയ്ക്കുന്നത്. അതിനൊക്കെ പുറമെ ഒരു പക്ഷേ ട്രംപിൻ്റെ കസേര തന്നെ ധരിക്കാനുള്ള സാധ്യത പോലും ഉണ്ടായേക്കാമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. അതിനുള്ള കാരണം വിശദമാക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഒരിക്കൽ ട്രംപ് പറഞ്ഞു, ഡിക്ഷണറിയിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് താരിഫ് എന്നതാണെന്ന്. ആ ഇഷ്ടം തലയ്ക്ക് പിടിച്ചതുകൊണ്ടാവാം ട്രംപ് ഇന്ത്യ ഉൾപ്പെടെയുള്ള അനേകം രാജ്യങ്ങൾക്ക് മേൽ കനത്ത താരിഫ് ചുമത്തിയത്. ആ താരിഫ് ചുമത്തിയത് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ആയിരുന്നു. ആ എക്സിക്യൂട്ടീവ് ഓർഡറിന് എതിരെ ഉണ്ടായ കീഴ്ക്കോടതി വിധിയെ തുടർന്ന് ഇപ്പോൾ ട്രംപ് അപ്പീൽ നൽകാൻ നിർബന്ധിതനായി. അങ്ങനെ ട്രംപ് ഭരണകൂടം നൽകിയ അപ്പീൽ ഇപ്പോൾ സുപ്രീം കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഈ അപ്പീലിൽ സുപ്രീം കോടതി വിധി ട്രംപിന് എതിരാകുകയാണെങ്കിൽ ആണ് വലിയൊരു കെണിയിലേക്ക് ട്രംപ് ചെന്ന് വീഴുക. അത് ട്രംപ് മാത്രമല്ല, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ആകെ തന്നെ ഒരു കെണിയിലായിരിക്കും അകപ്പെടുക. കാരണം താരിഫ് വകയിൽ അമേരിക്കൻ കമ്പനികളിൽ നിന്ന് പിരിച്ചെടുത്ത തുക കോടിക്കണക്കിന് ഡോളർ വരും. അതത്രയും തിരിച്ചു നൽകാൻ ട്രംപ് ഭരണകൂടം നിർബന്ധിതമാകും. അതോടെ ട്രംപ് കൂടുതൽ പരിഹാസ്യനായി മാറും. ഇപ്പോൾ തന്നെ പരിഹാസപാത്രമായിരിക്കുന്ന ട്രംപിനെതിരെ കൂടുതൽ പരിഹാസം ആളുകളിൽ നിന്ന് ഉണ്ടാവും. എന്ന് മാത്രമല്ല, വിഡ്ഢിവേഷം സ്വയം കിട്ടിയ ട്രംപ് മുഖം കൂടുതൽ വികൃതമായിട്ടായിരിക്കും പിന്നീട് ലോകരാഷ്ട്രങ്ങൾക്കിടയിലും അതുപോലെ തന്നെ രാഷ്ട്രീയ എതിരാളികൾക്കിടയിലും അനുഭവപ്പെടുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കേസ് ഉത്ഭവിച്ചത് എന്ന് നോക്കാം. അതായത്, മുമ്പ് ഒരു അമേരിക്കൻ പ്രസിഡന്റുമാരും ചെയ്തിട്ടില്ലാത്ത രീതിയിൽ ആണ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ട്രംപ് ഈ കനത്ത താരിഫ് എല്ലാ രാജ്യങ്ങളുടെയും മേൽ ചുമത്തിയത്. ഇൻ്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് എന്ന് പറയുന്ന 1977 ഒരു നിയമമുണ്ട്. അതിനെ കൂട്ടുപിടിച്ചാണ് ട്രംപ് ഉയർന്ന തോതിലുള്ള താരിഫ് പ്രഖ്യാപിച്ചത്. ആ ഉത്തരവ് പുറപ്പെടുവിക്കണമെങ്കിൽ ഒന്നുകിൽ അവിടെ നാഷണൽ എമർജൻസി ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു നാഷണൽ എമർജൻസി ഇല്ലാത്ത സമയത്ത് അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഒരു പ്രസിഡന്റിനും അധികാരമില്ല. എന്ന് മാത്രവുമല്ല, അങ്ങനെ പുറപ്പെടുവിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് അത് നാഷണൽ എമർജൻസിയുടെ സമയത്ത് ശത്രുരാജ്യങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്താനോ അതല്ലെങ്കിൽ ശത്രുക്കളുടെ ഏതെങ്കിലും തരത്തിലുള്ള ആസ്തി മരവിപ്പിക്കാനോ വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളതുമാണ്. എന്നാൽ ഇതെല്ലാം ലംഘിച്ചിട്ടാണ് അങ്ങനെ ഒരു എമർജൻസിയെ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ഒരു സാധാരണ ദിവസം ട്രംപ് ഇതങ്ങ് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്, ഉയർന്ന തോതിലുള്ള താരിഫ്. ഈ താരിഫിനെതിരെ 5 ചെറുകിട ഇറക്കുമതിക്കാരും അതുപോലെ തന്നെ ഏതാണ്ട് 12ഓളം സംസ്ഥാനങ്ങളും, അതായത് അരിസോണ, കൊളറാഡോ, ഇല്ലിനോയി, ന്യൂയോർക്ക് തുടങ്ങി 12 സംസ്ഥാനങ്ങളും ട്രംപിനെതിരെ കോടതിയെ സമീപിച്ചു. ഈ സംസ്ഥാനങ്ങളിൽ പലതും ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഇവരുടെ ഹർജികളിന്മേൽ കീഴ്ക്കോടതി വാദം കേൾക്കുകയും അങ്ങനെ കീഴ്ക്കോടതി ട്രംപ് ഭരണകൂടത്തിൻ്റെ താരിഫ് ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തു. എന്നാൽ കീഴ്ക്കോടതി ഒരു സൗജന്യം അനുവദിച്ചു. അതായത് ട്രംപ് ഭരണകൂടത്തിന് ഒക്ടോബർ 14-നകം അപ്പീൽ സമർപ്പിക്കാമായിരുന്നു എന്നതായിരുന്നു ആ സൗജന്യം. അതനുസരിച്ചാണ് ഏതാനും ദിവസം മുമ്പ് ട്രംപ് ഭരണകൂടം സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. അപ്പീൽ ഫയൽ സ്വീകരിച്ച സുപ്രീം കോടതി കേസ് വിചാരണ ആരംഭിക്കാൻ നവംബർ ആദ്യ ആഴ്ചയിലേക്ക് നീക്കിവച്ചിരിക്കുകയാണ്. ഈ കേസിൽ ട്രംപ് പരാജയപ്പെട്ടാൽ അത് വലിയൊരു സാമ്പത്തിക ദുരന്തമായിരിക്കും അമേരിക്കയ്ക്ക് ഉണ്ടാക്കുക. അങ്ങനെ ഒരു വിധി ഉണ്ടായാൽ രാജ്യം അതിഭീകരമായ ഒരു ദുരിതത്തിലേക്ക് വീണുപോകും എന്ന് ട്രംപ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്.
വിധിക്കെതിരെ ഉള്ള പോരാട്ടം തുടരാൻ നവംബർ വരെ സമയമുണ്ട്. അതിനുശേഷം വിചാരണ നടന്നു കഴിഞ്ഞാൽ അധികം താമസിയാതെ തന്നെ സുപ്രീം കോടതിയുടെ വിധി പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോവർ കോർട്ടിൻ്റെ തീരുമാനം മാത്രമല്ല താരിഫിനെതിരെ ഉണ്ടായിട്ടുള്ളത്. ന്യൂയോർക്ക് ആസ്ഥാനമായിട്ടുള്ള ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ട്രേഡ് അത് താരിഫ് നിയമം എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ താരിഫ് ഉത്തരവ് അടിച്ചേൽപ്പിച്ചത് നിയമവിരുദ്ധമാണെന്ന് നേരത്തെ തന്നെ, അതായത് മെയ് മാസത്തിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ്. ഈ അപ്പീൽ നിരാകരിക്കപ്പെടുകയാണെങ്കിൽ, അതായത് താരിഫ് റദ്ദാക്കപ്പെടുകയാണെങ്കിൽ ദുരന്തമുണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് പക്ഷേ ട്രംപ് ഇങ്ങനെ ഒരു അധികാരം പ്രയോഗിച്ചത്? സത്യത്തിൽ ഭരണഘടനാ പ്രകാരം US കോൺഗ്രസ്സിന് മാത്രമേ താരിഫുകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നികുതികളുടെ കാര്യത്തിലൊക്കെ തന്നെ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിക്കാൻ അനുമതി നൽകാനുള്ള അവകാശമുള്ളൂ. ആ അനുമതി തേടാതെയാണ് ട്രംപ് ഈ എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഭാവി തുലാസിലായിരിക്കുന്നത്. ട്രംപിൻ്റെ അപ്പീൽ സുപ്രീം കോടതി റദ്ദാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ താരിഫ് ഉത്തരവ് റദ്ദാക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രഹരമേൽക്കേണ്ടി വന്നിട്ടുള്ള ഇന്ത്യയും ചൈനയും മറ്റും ആയിരിക്കും. ഇങ്ങനൊരു വിധി ഉണ്ടായാൽ അതൊരു പക്ഷേ ട്രംപിൻ്റെ കസേര തെറിക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യത വിരളമാണ്. കാരണം അധികാരത്തിൽ തൂങ്ങി നിൽക്കാൻ, അല്ലെങ്കിൽ കടിച്ചു തൂങ്ങി നിൽക്കാൻ ട്രംപ് പരമാവധി ശ്രമിക്കുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എന്തെങ്കിലും മുടന്ത ന്യായങ്ങൾ ഉന്നയിച്ചോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ അവലംബിച്ചോ ട്രംപ് അധികാരത്തിൽ തുടരാനാണ് സാധ്യത എന്ന് ചൂണ്ടിക്കാട്ടുന്നവരുമുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നാണക്കേടിൻ്റെ പ്രശ്നമില്ല. കാരണം നാണം ഇല്ലാത്തതുകൊണ്ട് നാണക്കേടിൻ്റെ പ്രശ്നവും ഉദിക്കുന്നില്ല.